അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എംഎസ് വോയിസിന്റെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാഖവി ഉസ്താദിന്റെ കൂടെ ഖത്തം ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യ റമളാനിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദിവസവും അല്പം ഖുർആൻ ഓതി ഖത്തം തീർക്കാൻ വേണ്ടി നാം തുടങ്ങിവെച്ച ഈ മഹത്തായ മജ്ലിസ് ഏകദേശം 1740 ദിവസം അഥവാ 4.5 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നാം ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ 6ാമത്തെ ഖത്മ് നാം ഖത്മ് തുടങ്ങിവെച്ച പരിശുദ്ധ റമളാനിൽ തന്നെ, അഥവാ ഈ റമളാൻ 1 ഈ ഖത്മ് നമുക്ക് വഴങ്ങാം. അന്നു തന്നെ പുതിയ ഖത്മുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഈ മജ്ലിസിലുള്ള എല്ലാവരും, നിങ്ങളുടെ കുടുംബക്കാർ, അയൽവാസികൾ, മറ്റു സുഹൃത്തുക്കൾ തുടങ്ങിയവരെ പുണ്യ റമളാനിൽ നാം തുടങ്ങാനിരിക്കുന്ന 7ാമത്തെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം. ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം. റബ്ബ് തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون. سواء عليهم أستغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون.
يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നവന് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരി അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാനും ധാരാളം ഖത്മുകളൊക്കെ തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖദീജ അമയിൽ മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖദീജ അമയിൽ അവർ മക്കളൊന്നും ഇല്ലാത്തൊരു സഹോദരിയാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയി, ഒറ്റക്കാണ് താമസം. അള്ളാഹു സുബ്ഹാനഹു തആല അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഹദിയ അയച്ചിട്ടുണ്ട്. ഖത്ം ദുആ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യട്ടെ. അവർ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമിൻ്റെ ഒക്കെ പ്രതിഫലം അവരുടെ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഉപ്പയുടെ ഭർത്താവിൻ്റെ കൂട്ടുകുടുംബാദികളൊക്കെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഹാഷിബ് കൊച്ചി, അതുപോലെ തന്നെ സീനത്ത് കൊച്ചി, ഇവരുടെയൊക്കെ അവരുടെ ഉമ്മാൻ്റെ ആണ്ടാണ് ഇന്ന്. പ്രത്യേകം ദ്വാരക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഉമ്മക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് നമ്മളിൽ നിന്നൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക ഉറവിട മേഖലയിലേക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മജ്ലിസിലേക്ക് ഹദിയൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയും സഹോദരനുമാണ്. അള്ളാഹുവിൻ്റെ സമ്പത്തിലും ആരോഗ്യത്തിലും അവരുടെ ജീവിതത്തിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഹലീമുമ്മ വർക്കല ഹദിയ അയച്ചിട്ടുണ്ട്. അവരുടെ ഉമ്മച്ചാൻ്റെ ആണ്ടാണ് ഈ മാസം. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ഹദിയ കബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ടവർക്കുള്ള മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ മക്കളുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയും ഒക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പലവരും പ്രത്യേകിച്ച് ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ദ്വാ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ മുമ്പായിക്കൊണ്ട് എല്ലാവരും പരമാവധി ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമൊക്കെ പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചീരണിയായിക്കൊണ്ട് കുറച്ച് ഈത്തപ്പഴം ഇൻഷാ അല്ലാഹ് വാങ്ങണം. ആ ഖത്തം ദുആ മജ്ലിസിൽ വെച്ച ഈത്തപ്പഴം കൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനിലെ നോമ്പുകളൊക്കെ നമ്മൾ തുറക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പറഞ്ഞതുപോലെ എല്ലാവരും കുറച്ച് ഹദിയ കഴിയുന്ന ആളുകളൊക്കെ ഹദിയ കൊടുത്തുകൊണ്ട് സ്വതക്ക ചെയ്തുകൊണ്ട് വേണം ഇൻഷാ അല്ലാഹ് നമ്മളെ ഖത്തം ദുആ മജ്ലിസിൽ പങ്കെടുക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ. നാം കൊടുക്കുന്ന ഹദിയയുടെ പ്രതിഫലം മരിച്ചുപോയ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ
നമ്മിൽ നിന്ന് ബന്ധപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാളെ വ്യാഴാഴ്ച ദിവസമാണ്. പരമാവധി ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലി മജ്ലിസിലേക്ക് അറിയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഖിലാസ്, മൗബൂദത്തൈൻ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لك الحمد يا رب يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح السادات البدريين رضوان الله تعالى عنهم أجمعين. اللهم شفعهم فينا يا أرحم الراحمين. اللهم بلغهم منا السلام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. آمين برحمتك. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحان المبدئ سبحان الباقي
സുബ്ഹാനൽ മുബീൻ സുബ്ഹാനൽ അലിയിൽ അഅ്ലാ സുബ്ഹാനഹു വതആല ലാ ശരീക ലഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പടച്ചവനെ ലോകരക്ഷിതാവേ റഹ്മർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പെടണമെന്ന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇതിനൊക്കെ മിഥില സവാബിനെ ഞങ്ങളെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോ ദിവസം ചെല്ലുന്ന സലാത്തുകൾ ഹബീബിൻ്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഓരോ ദിവസവും നബിയുടെ മേൽ ഞങ്ങൾ സലാം ചെല്ലുന്നത് ഹബീബിൻ്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹ് ആ പുണ്യപ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ, ഞങ്ങൾ അഹ്ലുകാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സദുപദേശം നൽകിയവർ, ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങൾ അഭ്യുദയകാംക്ഷികളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും അവരുടെ അനുചരന്മാരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അഹ്ലു ബൈത്തിന്റെ ഹദറത്തിലേക്ക്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹദറത്തിലേക്ക്, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ ഹദറത്തിലേക്ക്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഹദറത്തിലേക്ക്, താബീങ്ങളുടെ താബീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സഹാബത്തുൽ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, എല്ലാ സഹാബത്തെ ഇക്റാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഞങ്ങളുടെ ഔലിയാക്കൾ, ഞങ്ങളുടെ നാടുകളിൽ ദിവസരമം കൊള്ളുന്നതായ ഔലിയാക്കൾ, ഞങ്ങൾ ഫാത്തിഹ ഓതുന്നതായ മഹാന്മാരായ ഉന്നത ദറജയിലുള്ള നിന്റെ ഔലിയാക്കൾ, എല്ലാ ഔലിയാക്കളെയും ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെയൊക്കെ മിഥില സവാബിനെ എത്തിക്കണേ അല്ലാഹ്. എല്ലാ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മശായിഖന്മാർ, ഖൈറിൻ്റെ അഹ്ലുകാർ, ശോതാക്കൾ, സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ, ദർജകളെ, സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഭർത്താവ് മരിച്ചു പോയവരുണ്ട്, ഭാര്യ മരിച്ചു പോയവരുണ്ട്, വല്യപ്പമാർ വല്യമ്മമാർ മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മ മരിച്ചു പോയവരുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദരി സഹോദരന്മാർ മരിച്ചു പോയവരുണ്ട്, പേരമക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. റഹ്മാനായ റബ്ബേ, കെട്ടുബന്ധത്തിൽ നിന്നും കുടുംബബന്ധത്തിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും സ്നേഹബന്ധങ്ങളിൽ നിന്നും അയൽപക്ക ബന്ധങ്ങളിൽ നിന്നും ഒക്കെയായി റബ്ബേ, ഞങ്ങളിൽ പലവരും മരിച്ചു ഒരുക്കുന്നു അല്ലാഹ്. അവിടൊക്കെ ഹദറത്തിലേക്ക് ഞങ്ങളെ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെയൊക്കെ മിഥില സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹ് അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട നേരം പോക്കാക്കിയ ഖബറാക്കിയ അവരുടെ ഖബർ, ഞങ്ങളെ ഖബർ നീ മാറ്റിത്തരണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ മഹ്ദൂദിനെ കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലത്തെ പകർച്ചാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റബ്ബേ, ക്യാൻസർ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബക്കാർ, അയലുകാർ, പരിചയക്കാരിലുണ്ട്. അല്ലാഹു, നീ ശിഫ നൽകണേ അല്ലാഹ്. അത്തരത്തിൽ രോഗാണുക്കൾ വല്ലത് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹ് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് അതിനൊക്കെ നീ ശിഫാ വിധിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ താഴത്തിനും പൊരുത്തത്തിനുമായുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹ് ഇരുലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവന് ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. വിസ കിട്ടാതെ വിഷമിക്കുന്നവന് ഹൈറായ വിസ കിട്ടണേ അല്ലാഹ്. അക്കാമ കിട്ടാതെ, ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നവന് ഹൈറിലാക്കണേ അല്ലാഹ്. വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മഈശത്തിന്റെ മേഖലകളിൽ, സാമ്പത്തിക ഉറവിട മേഖലകളിൽ, ജോലികളിൽ, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങളിൽ, കുടിൽ വ്യവസായങ്ങൾ, കൂലിവേലകളിൽ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഏതൊക്കെ ജോലികളിൽ, ഹലാലായ ജോലികളിൽ ഞങ്ങൾ ഏർപ്പെടുന്നുണ്ടോ ആ ജോലികളിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പാവപ്പെട്ടവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ
കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതിന് സമ്പത്ത് വേണം. അല്ലാഹുവേ, സദക്ക കൊടുക്കാൻ ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വീടില്ലാതെ സങ്കടപ്പെടുന്നവരുടെ ഹൈറായ വീട് നൽകണേ അല്ലാ. വാടക വീട്ടിലും കോട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവരുടെ ഹൈറിലാക്കണേ അല്ലാ. കടം കൊണ്ട് അങ്ങേറ്റം പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാരെല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവർ, ഖത്ം ഓതുന്ന പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, ദിക്ർ ചെല്ലുന്ന പ്രിയപ്പെട്ടവർ, സ്വലാത്ത് ചെല്ലുന്ന പ്രിയപ്പെട്ടവർ, അല്ലാഹു ഞങ്ങളുടെ അഭാവത്തിൽ പരസ്പരം അങ്ങുമിങ്ങും ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാക്കണേ അല്ലാ. നിനക്ക് പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. നീ അങ്ങേറ്റം പ്രിയം വെച്ച ഹബീബായ പ്രവാചകൻ അങ്ങേറ്റം പ്രിയം വെക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ല, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ല. ഞങ്ങളെ കുറഞ്ഞ അമല് കൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണേ അല്ല. ഇരുവീട്ടിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഈ മജ്‌ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ളവർ, ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, പരിശുദ്ധമായ ഖുർആന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, എല്ലാ ഉമ്മമാരെയും ഉപ്പമാരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ലോകരക്ഷിതാവായ അർഹമുർ-റഹീമായ അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കാതെ നീ ഞങ്ങളെ ഈ ദുനിയാവും തിരിച്ചു വിളിക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ അഖിലുകാലം ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖുർആന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹു ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ, ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. മരണം നന്നാക്കി തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടെ വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وآل محمد صلى الله عليه وسلم وأصحاب محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വ്യാഴാഴ്ച ദിവസം ഇശാ ആകുമ്പോഴേക്കും പരമാവധി ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലി നമ്മുടെ മജ്‌ലിസിലേക്ക് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുസിക് ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.